നരേന്ദ്രമോദിക്കും ബി.ജെ.പിക്കും വീണ്ടും ഉറക്കമില്ലാത്ത നാളുകളാണ് വരാൻ പോകുന്നത് എന്ന് ഉറപ്പായി കഴിഞ്ഞു. അതിന്റെ സൂചനകൾ അങ്ങ് രാജ്യതലസ്ഥാനത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. മോദിയും കേന്ദ്ര സർക്കാരും ഇക്കാര്യം അറിയുന്നുമുണ്ട്. പക്ഷേ അതിനെ തടയാനുള്ള ഊർജിത നടപടികൾ, ഫലപ്രദമായ തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് പ്രധാനം. കഴിഞ്ഞ 12 വർഷത്തെ ഭരണത്തിനിടയ്ക്ക് ബി.ജെ.പിക്ക് എപ്പോഴെങ്കിലും അടിതെറ്റിയിട്ടുണ്ടെങ്കിൽ അത് അടുത്തിടെയാണ്. അതിന് കാരണക്കാരായത് രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ യുവാക്കളും. ഒരു സംഘടനാ സംവിധാനവുമില്ലാത്ത കോക്രോച്ച് ജനതാ പാർട്ടി എന്ന യുവാക്കളുടെ കൂട്ടായ്മ മോദിയെയും കൂട്ടരെയും മുട്ടുകുത്തിച്ചത് ജനാധിപത്യത്തിന്റെ വിജയമായിരുന്നു. രൂപം കൊണ്ട് വെറും 2 മാസം മാത്രമായ ഒരു സംഘടന 36 ദിവസം നീണ്ടുനിന്ന സമരത്തിലൂടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളായിരുന്നു CJPയുടെ വൻ പ്രക്ഷോഭത്തിന് കാരണമായത്. ആ സമരത്തിനു മുന്നിൽ BJP ഇക്ഷ വരയ്ക്കുന്നതാണ് കണ്ടത്. സമരത്തെ ഇല്ലായ്മ ചെയ്യാൻ പല വഴിയും കേന്ദ്ര സർക്കാർ നോക്കി, ഒന്നും വിജയിച്ചില്ല. മന്ത്രിയുടെ രാജിയോടെ പിൻവാങ്ങിയ CJP വീണ്ടും സടകുടഞ്ഞെണീക്കുകയാണ്. അടുത്ത ലക്ഷ്യത്തിനായി വർദ്ധിത വീര്യത്തോടെ ഇറങ്ങാനാണ് CJP നേതൃത്വം യുവതയോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കേന്ദ്രത്തെ വിറപ്പിക്കുന്ന സമര പരിപാടിക്കാണ് CJP തയ്യാറെടുക്കുന്നത് എന്ന് ചുരുക്കം. എന്താണ് അതിന് കാരണം? ജൂലൈ 20-ന് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ച ദിവസമാണ്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് CJP ജന്തർ മന്ദിറിൽ അനിശ്ചിതകാല സമരത്തിലും. അന്ന് പാർലമെന്റിലേക്ക് സമരക്കാർ സൻസദ് ചലോ മാർച്ച് നടത്തി. ഈ സമരത്തെ മൃഗീയമായാണ് പോലീസ് നേരിട്ടത്. വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലിച്ചതച്ചു. പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ പലർക്കും ഗുരുതര പരിക്കേറ്റു. വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിച്ചതായി പോലും ആരോപണമുയർന്നു. അതായത് ലാത്തി ഉപയോഗിച്ച് പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിലും ഒക്കെ കുത്തുകയും സ്പർശിക്കുകയും ചെയ്തു എന്നാണ് പരാതികൾ. സമരക്കാർക്കെതിരെ പല വിധത്തിലുള്ള കള്ളക്കേസുകൾ എടുത്തു. അവരെ രാജ്യദ്രോഹികളായി പോലും കേന്ദ്ര സർക്കാർ ചിത്രീകരിച്ചു. മന്ത്രി രാജിവെച്ചെങ്കിലും പ്രതിഷേധക്കാർ ഉന്നയിച്ച 5ഓളം ആവശ്യങ്ങൾ രേഖാമൂലം സർക്കാർ അംഗീകരിച്ച ശേഷമേ സമരം പിൻവലിച്ചുള്ളൂ. അതിൽ പ്രതിഷേധക്കാർക്കെതിരായ കള്ളക്കേസുകൾ പിൻവലിക്കുക, നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക എന്നിവയായിരുന്നു പ്രധാന ഉറപ്പുകൾ. എന്നാൽ സമരം പിൻവലിച്ച് 1 മാസം തികഞ്ഞിട്ടും ഉറപ്പുകൾ പാലിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇക്കാര്യം ഉയർത്തിയാണ് CJP വീണ്ടും പ്രക്ഷോഭപാതയിലേക്ക് നീങ്ങുന്നത്. ജൻസികളെ സർക്കാർ വഞ്ചിച്ചിരിക്കുന്നു, അത് ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ലെന്ന് വിളിച്ചു പറയുകയാണ് CJP. സെപ്റ്റംബർ 5-ന് ദില്ലിയെ വീണ്ടും വിറപ്പിക്കാൻ ഒരുങ്ങുകയാണ് യുവത. ഇന്ത്യ ഗേറ്റിനു മുന്നിൽ വൻ ശക്തി പ്രകടനമാണ് നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ദില്ലി പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങളെയും പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളെയും മുൻനിർത്തിയാണ് പുതിയ സമരത്തിന് രൂപം നൽകിയിരിക്കുന്നത്. പുതിയ സമരപ്രഖ്യാപനത്തോടെ ചുരുക്കത്തിൽ കേന്ദ്ര സർക്കാർ വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ്. അതിന് 1-2 കാര്യങ്ങളുണ്ട്. അടുത്ത മാസം, അതായത് സെപ്റ്റംബർ 12, 13 തീയതികളിൽ രാജ്യം ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ പോവുകയാണ്. ദില്ലിയിലാണ് ഉച്ചകോടി നടക്കുന്നത്. 20ഓളം രാഷ്ട്രതലവന്മാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന് തൊട്ടുമുമ്പ് വലിയൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടാവുകയും അത് വാർത്തകളിൽ നിറയുകയും ചെയ്താൽ മോദിക്കും കേന്ദ്ര സർക്കാരിനും അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതായിരിക്കില്ല. ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള ഉപസമ്മേളനങ്ങൾ നടക്കുന്ന ദിവസങ്ങളിലാണ് ദില്ലിയിൽ ഈ സമരം അരങ്ങേറുന്നത്. CJP സമരം അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പുതിയ സമരത്തെ എങ്ങനെ നേരിടണമെന്ന ആശങ്ക BJPക്കുണ്ട്. സമരത്തെ ഇനി നിസ്സാരമായി കാണാനാകില്ല, അവഗണിക്കാനാകില്ല, അടിച്ചമർത്താനുമാകില്ല. കാരണം യുവതയുടെ ശബ്ദം ഇതിനോടകം രാജ്യം ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ജൻസികളെ പാട്ടിലാക്കാനുള്ള നീക്കങ്ങൾ ഒരു വശത്ത് BJP നടത്തുകയാണ്. അത് വരുന്ന തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് തന്നെയാണെന്നതിൽ സംശയമില്ല. അപ്പോൾ അവരുടെ ആവശ്യങ്ങളോട് മുഖം തിരിച്ചാൽ ഉണ്ടാകുന്ന തിരിച്ചടി ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാത്രവുമല്ല, അപ്പുറത്ത് രാഹുൽ ഗാന്ധി എന്ന നേതാവ് ജൻസികളെ ഈസിയായി കയ്യിലെടുത്തു കഴിഞ്ഞു. ഈ സമരത്തിന് രാഹുലിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് ഉറപ്പ്. അങ്ങനെയെങ്കിൽ അതെത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കുക മാത്രമേ BJPക്ക് വഴിയുള്ളൂ. അല്ലെങ്കിൽ ആ അവസരം രാഹുലും കോൺഗ്രസും നന്നായി മുതലാക്കും. അടുത്തിടെയാണ് CJP പ്രക്ഷോഭത്തിനിടെയുണ്ടായ പെല്ലറ്റ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിക്ക് നീതിക്ക് വേണ്ടി രാഹുൽ ദില്ലിയിലെ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ഒടുവിൽ രാഹുലിന് മുന്നിൽ മുട്ടുമടക്കിയ അമിത്ഷായ്ക്ക് ആ വിദ്യാർത്ഥിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നത് നാം കണ്ടതാണ്. അങ്ങനെ മൊത്തത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് BJP.